ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫ്. 10 ഡിസംബർ 2020 ട്രേഡേഴ്സിൻ്റെ ട്രേഡ് സെറ്റപ്പിന് വേണ്ടിയുള്ള നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻ ചെയിൻ അനാലിസിസ്, ചാർട്ട് അനാലിസിസ്, ലെവൽസ് ആൻഡ് ടാർഗറ്റ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ് എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ്. 10 ഡിസംബർ 2020 നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിൽ നമ്മളിവിടെ 1 ഡേ ചാർട്ട് പാറ്റേൺ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ലാസ്റ്റ് ട്രേഡിംഗ് സെഷൻ, അതായത് 9 ഡിസംബർ 2020 ട്രേഡിംഗ് സെഷൻ നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതോടൊപ്പം തന്നെ നിഫ്റ്റി ക്ലോസിംഗ് ബേസിൽ 13,500 എന്ന ലെവലിന് മുകളിൽ ക്ലോസ് ചെയ്തു, അല്ലെങ്കിൽ ആ ലെവൽ ഹോൾഡ് ചെയ്തു. ഇത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസാണ്. ഇനി നിഫ്റ്റിയെ 13,500 എന്ന ലെവൽ ക്ലോസ് ചെയ്യുന്നതിന് സഹായിച്ച ഫാക്ടറുകൾ നോക്കുകയാണെങ്കിൽ ഒന്ന് പോസിറ്റീവായിട്ടുള്ള ഗ്ലോബൽ ക്യൂസ് ആണ്. അതായത് USA ഫിസിക്കൽ സ്റ്റിമുലസിനെ കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻ ഗ്ലോബൽ മാർക്കറ്റിൽ കാണുന്നുണ്ട്. അത് നിഫ്റ്റിയെ 13,500 എന്ന ലെവലിലേക്ക് എത്താൻ സഹായിച്ചു. രണ്ടാമത്തേത് വാക്സിനെ കുറിച്ചുള്ള ഹോപ്പാണ്. അതായത് വാക്സിൻ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും വാക്സിൻ സ്റ്റോറേജിനെ കുറിച്ചും അതോടൊപ്പം തന്നെ റീസെൻ്റ് ആയിട്ടുള്ള വാക്സിനെ കുറിച്ചുള്ള അപ്രൂവലുകളുമെല്ലാം നിഫ്റ്റിയെ അതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന ലെവലിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ സെക്ടറുകളും നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റീവ് റാലിയാണ് ചെയ്യുന്നത്. ഇത് ഓരോ ദിവസവും നിഫ്റ്റിയെ പുതിയ ഹൈറ്റുകളിലേക്ക് എത്തിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതുകൂടാതെ ക്ലോസിംഗ് ബേസിൽ, അതായത് നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട ലെവൽ നോക്കുകയാണെങ്കിൽ ക്ലോസിംഗ് ബേസിൽ നിഫ്റ്റി 13,400 to 13,450 ലെവലുകൾ വരുന്ന ദിവസങ്ങളിൽ ഹോൾഡ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നിരുന്നാൽ മാത്രമേ നിഫ്റ്റിക്ക് 13,700 എന്ന ലെവലിലേക്ക് അഡ്വാൻസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇനി നിഫ്റ്റിയുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട റെസിസ്റ്റൻസുകൾ നോക്കുകയാണെങ്കിൽ 13,600, 700 ഈ റീജിയനുകളായിരിക്കും നിഫ്റ്റി ഇനി വരുന്ന ദിവസങ്ങളിലേക്ക് അഡ്വാൻസ് ചെയ്യാൻ സാധ്യത. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നമ്മൾക്ക് എന്തൊക്കെ കാണാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 13,458ഉം ഇൻട്രാഡേ ഹൈ 13,548ഉം ഇൻട്രാഡേ ലോ 13,449ഉം ടച്ച് ചെയ്തതിന് ശേഷം നിഫ്റ്റി 13,529 എന്ന ലെവലിൽ ക്ലോസ് ചെയ്തു. അതായത് ക്ലോസിങ്ങും അതോടൊപ്പം തന്നെ ഇൻട്രാഡേ ഹൈയും അടുത്തടുത്താണ് വരുന്നത്. ഇത് നിഫ്റ്റിയെ ഫർദർ ബുള്ളിഷ് ആക്കാനുള്ള ഒരു പ്രോബബിലിറ്റി കൂടുതലാണ്. സെക്ടോറിയൽ ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടറിൽ വളരെ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് നമ്മൾക്ക് കാണാൻ സാധിച്ചു. ബാങ്കിങ് സെക്ടർ നിഫ്റ്റിയെ മുകളിലേക്ക് പുൾ ചെയ്യുന്ന ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു കാഴ്ചയാണ് നമ്മൾക്ക് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിച്ചത്. ഇനി നാളത്തെ ട്രേഡിംഗ് സെഷനിലേക്ക് ആവശ്യമുള്ള നിഫ്റ്റിയുടെ പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ നോക്കാം. നിഫ്റ്റിയുടെ ഒന്നാമത്തെ സപ്പോർട്ട് 13,480 ലെവലാണ്. അതിനുശേഷം രണ്ടാമത്തെ സപ്പോർട്ട് വരുന്നത് 13,410 ലെവലും മൂന്നാമത്തെ സപ്പോർട്ട് വരുന്നത് 13,390 ലെവലുമാണ്. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് റെസിസ്റ്റൻസുകളാണ് കാണുന്നത്. ഒന്നാമത്തെ റെസിസ്റ്റൻസ് 13,550യും രണ്ടാമത്തെ റെസിസ്റ്റൻസ് 13,630 എന്ന ലെവലുമാണ്. ഈ രണ്ട് റെസിസ്റ്റൻസുകളുമാണ് കാണുന്നത്. വരുന്ന ദിവസം, അതായത് നാളത്തെ ട്രേഡിംഗ് സെഷൻ വീക്കിലി എക്സ്പയറിയാണ്. മാർക്കറ്റിൽ നമ്മൾക്ക് വോളറ്റിലിറ്റി പ്രതീക്ഷിക്കാം. ഇനി നമ്മൾക്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് കടക്കാം. നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിൻ്റെ ഭാഗമായി കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയിരിക്കുന്നത് 13,600 ലെവലിലാണ്. 13,600 ലെവലിൽ അറൗണ്ട് 35,83,000 കോൺട്രാക്റ്റുകളാണ് റൈറ്റ് ആയിരിക്കുന്നത്. ഇനി സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയിരിക്കുന്നത് അറൗണ്ട് 13,700 ലെവലിലാണ്. ഈ ലെവലിൽ 34,91,000 കോൺട്രാക്റ്റുകളാണ് റൈറ്റ് ആയിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റൈറ്റ് ആയിരിക്കുന്നത് 13,650 ലെവലിലാണ്. അറൗണ്ട് 10,61,000 കോൺട്രാക്റ്റുകളാണ് റൈറ്റ് ആയിരിക്കുന്നത്. അതായത് ഓപ്ഷൻ ചെയിൻ ഡേറ്റ അനാലിസിസ് വഴി നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ 13,600, 650, 700 ഈ ലെവലുകളിലെല്ലാം സ്റ്റീപ്പ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഒരു ഹെവി റെസിസ്റ്റൻസ് ആണ് നിഫ്റ്റിയെ കാത്തിരിക്കുന്നത്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 13,500 ലെവൽ ക്ലോസ് ചെയ്തു കഴിഞ്ഞു. ഇനി 13,700 ലെവലിലേക്കാണ് അഡ്വാൻസ് ചെയ്യുന്നത്. ഈ ലെവലുകളിൽ വലിയ റെസിസ്റ്റൻസ് ആണ് നിഫ്റ്റിയെ കാത്തിരിക്കുന്നത്. ഇത് നിഫ്റ്റിയിൽ ഒരു കൺസോൾട്ടേഷനോ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലോ ഉണ്ടാക്കുന്നതിന് പര്യാപ്തമാണ്. ഇനി നിഫ്റ്റിയുടെ പുട്ട് സൈഡിലെ ഡേറ്റ പരിശോധിക്കാം. പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ആയിരിക്കുന്നത് 13,000 ലെവലിലാണ്. അറൗണ്ട് 44 lakhs കോൺട്രാക്റ്റുകളാണ് ഈ ലെവലിൽ റൈറ്റ് ആയിരിക്കുന്നത്. സെക്കൻഡ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് പുട്ട് ലെവലിൽ റൈറ്റ് ആയിരിക്കുന്നത് 13,400 ലെവലിലാണ്. അറൗണ്ട് 34 lakhs കോൺട്രാക്റ്റുകൾ നമ്മൾക്ക് ഈ ലെവലിൽ കാണാൻ സാധിക്കും. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റൈറ്റ് ആയിരിക്കുന്നത് 13,500 ലെവലിലാണ്. 13,500 ലെവലിൽ അറൗണ്ട് 30
ലാക്സ് കോൺട്രാക്റ്റുകൾ നമ്മൾക്ക് റൈറ്റ് ആയിരിക്കുന്നതായിട്ട് കാണാം. ഇനി സെക്കൻഡ് ഹയസ്റ്റ് നോക്കുകയാണെങ്കിൽ 13,400 ലെവലിലാണ്. 13,400 ലെവലിൽ അറൗണ്ട് 19 ലാക്സ് കോൺട്രാക്റ്റുകൾ റൈറ്റ് ആയിരിക്കുന്നത് കാണാം. അതായത് നിഫ്റ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 13,400 എന്ന് പറയുന്ന സപ്പോർട്ട് സോൺ തന്നെയാണ്. 13,400 എന്ന് പറയുന്ന സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിഫ്റ്റിയിൽ ഒരു സെല്ലിംഗ് പ്രഷറാണ് കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ സപ്പോർട്ട് 13,000 ആണ്. അതിനുശേഷം അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് 13,400, 13,450 എന്നീ ലെവലുകളാണ്. 10 ഡിസംബർ 2020 ബാങ്ക് നിഫ്റ്റിയുടെ ലെവൽസും ടാർഗറ്റും ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തത്. അതോടൊപ്പം തന്നെ നിഫ്റ്റി 13,500 എന്ന ലെവൽ ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി ബാങ്ക് നിഫ്റ്റിയുടെ കോൺട്രിബ്യൂഷനും ഉണ്ടായിരുന്നു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് 13,335 എന്ന ലെവലിലായിരുന്നു. ഇൻട്രാഡേ ഹൈ 30,807ഉം ഇൻട്രാഡേ ലോ 30,326ഉം ടച്ച് ചെയ്തതിന് ശേഷം ബാങ്ക് നിഫ്റ്റി 30,709 എന്ന ലെവലിലാണ് ക്ലോസ് ചെയ്തത്. അതായത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 13,000 ലെവൽ ഒരു പ്രധാനപ്പെട്ട ലെവലാണ്. പക്ഷേ ബാങ്ക് നിഫ്റ്റി അതിൻ്റെ 52 വീക്ക് ഹൈ ലെവലിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. ഇനി ബാങ്ക് നിഫ്റ്റിയുടെ നാളത്തെ ട്രേഡിംഗ് സെഷൻ ആവശ്യമായിട്ടുള്ള സപ്പോർട്ടുകളും റെസിസ്റ്റൻസുകളും നോക്കാം. ഒന്നാമത്തെ സപ്പോർട്ടായിട്ട് കാണുന്നത് 30,650 ലെവലാണ്. അതിനുശേഷം രണ്ടാമത്തെ സപ്പോർട്ടായിട്ട് 30,480 ലെവലും മൂന്നാമത്തെ സപ്പോർട്ടായിട്ട് 30,250 ലെവലും ആണ് കാണുന്നത്. വീക്കിലി എക്സ്പയറി ആയതിനാൽ വോളറ്റിലിറ്റി കൂടുതലാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ബോട്ടം സപ്പോർട്ടായ 30,050 കൂടി കൺസിഡർ ചെയ്യാവുന്നതാണ്. റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ രണ്ട് റെസിസ്റ്റൻസുകളാണ് ബാങ്ക് നിഫ്റ്റിക്ക് മുന്നിലുള്ളത്. ഒന്നാമത്തേത് 30,850യും രണ്ടാമത്തേത് 31,050യും. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസിലേക്ക് വരാം. ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്ന ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ അനാലിസിസ് ചാർട്ടിൻ്റെ എക്സ്പയറി നാളെ, അതായത് 10 ഡിസംബർ 2020 കോൾ സൈഡിലെ ഡേറ്റ പരിശോധിക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 31,000 ലെവലിലാണ്. 31,000 ലെവലിൽ അറൗണ്ട് 9,11,000 കോൺട്രാക്റ്റുകളാണ് റൈറ്റ് ആയിരിക്കുന്നത്. ഇനി ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ റൈറ്റ് ആയിരിക്കുന്നത് 31,100 ലെവലിലാണ്. അറൗണ്ട് 2,50,000 കോൺട്രാക്റ്റുകൾ നമ്മൾക്ക് ഈ ലെവലിൽ കാണാൻ സാധിക്കും. അതായത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട രണ്ട് റെസിസ്റ്റൻസുകൾ 31,000ഉം 31,100 ലെവലുമാണ്. ഈ ലെവലുകൾ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ 52 വീക്ക് ഹൈ എന്ന ലെവലിലേക്ക് ട്രാവൽ ചെയ്യുന്നതായിട്ട് കാണാം. ഇനി പുട്ട് സൈഡിലെ ഡേറ്റ നോക്കാം. പുട്ട് സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കുന്നത് 30,000 ലെവലിലാണ്. 30,000 ലെവലിൽ അറൗണ്ട് 10,26,000 കോൺട്രാക്റ്റുകളാണ് റൈറ്റ് ആയിരിക്കുന്നത്. അതായത് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട സപ്പോർട്ട് 30,000 മാറിക്കഴിഞ്ഞു. ഈ 30,000 എന്ന് പറയുന്ന സപ്പോർട്ട് ബ്രീച്ച് ചെയ്യുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു കൺസോൾട്ടേഷനോ മൈനർ കറക്ഷനോ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ ബാങ്ക് നിഫ്റ്റി 29,000 അതുപോലെ തന്നെ മാക്സിമം 28,500 എന്ന ലെവലിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇനി നമ്മൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ട്രേഡിംഗ് ആക്ടിവിറ്റി അപ്ഡേറ്റ്സ് നോക്കാം. 9 ഡിസംബർ 2020 ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 9,574 കോടി രൂപയുടെ ബൈയിങ്ങും 6,010 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 3,564 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 3,834 കോടി രൂപയുടെ ബൈയിങ്ങും 6,328 കോടി രൂപയുടെ സെല്ലിങ്ങുമാണ് നടത്തിയത്. നെറ്റ് വാല്യൂ നോക്കുകയാണെങ്കിൽ 2,493 കോടി രൂപയുടെ സെല്ലിംഗ് ആണ് നടത്തിയത്. അതായത് രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെയും കൂടി ആക്ടിവിറ്റി കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഇന്ന് മാർക്കറ്റിൽ ഒരു നെറ്റ് ബൈയിങ് ആണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാം. പക്ഷേ നെറ്റ് ബൈയിങ്ങും പ്രീവിയസ് ബൈയിങ്ങിൻ്റെ ക്വാണ്ടിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ ആ ബൈയിങ്ങിൻ്റെ ഒരു വോളിയത്തിൽ ഒരു ഡിക്രീസ് ഉണ്ടായിരിക്കുന്നതായിട്ട് കാണാം. ഇതിനെ ഒരു അലാമിംഗ് ഫാക്റ്റായിട്ട് നമ്മൾക്ക് കൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.